ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പഴുത്ത ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ജ്യൂസും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള പഴുത്ത ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വരിക്ക ചക്കയാണ് എടുത്തേക്കണത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 10 ചോള എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായയുടെ ഉള്ളിലത്തെ ആ ഒരു കുരു മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഏലക്കായ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട്, എന്നാലും ജ്യൂസ് കുടിക്കുമ്പോൾ കുറച്ച് മധുരം വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ആദ്യം നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തിരി കട്ടിയായ പാലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കുടിക്കാനായിട്ട്. നല്ല തണുപ്പ് വേണം, എന്നാലാണ് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ പാല് നന്നായി തണുപ്പിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഞാനൊരു ചെറിയ പാക്കറ്റ് ഹോർലിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബൂസ്റ്റിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായി 1 മിനിറ്റ് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്താലാണ്, നന്നായി ഇത് മിക്സായി വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒന്നും കൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇപ്പോൾ ഗ്ലാസ്സിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിച്ചാലും മതി. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം വെച്ചുകൊണ്ടൊന്നും ഇതിൻ്റെ ടേസ്റ്റ് മാറില്ല. ഇനി ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചക്ക ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം, നട്ട്സ് ഏതെങ്കിലും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.